ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം കേട്ടോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുഞ്ചാക്കോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് പാർട്ടാണ്. റിയാക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ സമയം കാര്യങ്ങളൊന്നും കളയുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോട്ട് തന്നെ പോകാം കേട്ടോ. 8 മാസം മുമ്പാണ് കേട്ടോ കാണിക്കുന്നത്. തുണി കഴിക്കാൻ പോവാം. കൃഷ്ണകുമാർ ഈ ബസ്സിനാരും ആരും വിളിച്ചത് ഈ അഭിഷേകം നിങ്ങളോട് മാറിയിരുന്നോ? നേരത്തെ കാലത്ത് എല്ലാവരും പഠിക്കുവാണെങ്കിൽ 5 മിനിറ്റ് സമയം തരും. ആരെങ്കിലും മാറിയിരുന്നെങ്കിൽ ആരും അറിയാൻ അല്ലെങ്കിൽ പറഞ്ഞു സാർ വണ്ടി ഇപ്പോഴാണെങ്കിൽ ആരും അറിയില്ല. എഴുതണമെങ്കിൽ കൂടുതൽ ബസ്സിലേക്ക് പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ട്. സമയത്ത് ജോലി കയറിയില്ലെങ്കിൽ നിങ്ങളുടെ പണി പോകും സാറേ. പിന്നെ എന്റെ ഇരിക്കാലോ. ഇപ്പൊ അവർ കൊടുത്താൽ പ്രശ്നമാണ്. എന്റെ കഷ്ടമാണ് സാറേ. എന്റെ ഭർത്താവ് നന്നായി കറിഞ്ഞ് ആത്മഹത്യ വരും. സാറിന് കുഞ്ചാക്കോ സാറേ ബസ്സിൽ വെച്ച് വരാൻ എന്റെ മല പൊട്ടിച്ചത്. രണ്ടുപേരെ കേന്ദ്ര കുറിച്ച് വൈകിയ വിടാൻ പറ്റുന്നില്ല.
സാറേ കളി വട്ടാണ്. ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ സാറാണെങ്കിൽ കമ്പി നോക്കിക്കോ. സാറിന് ഗർഭിണിയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി. സ്ട്രിക്റ്റാണ് തോന്നുന്നു കേട്ടോ. ആ പെണ്ണുങ്ങളുടെ പേരിൽ മോഷണ കേസിനെ ചെയ്യാറില്ലേ? സാറേ ചവിട്ടിയതല്ലേ? മെഡിക്കലൊക്കെ വിട്ടു അവരെന്നാണ് ആശുപത്രി പോയി അഡ്മിറ്റ് ആയത്. എന്റെ പണി പോകാൻ നോക്കാൻ എനിക്കറിയാം. സാറേ നമ്മുടെ സേഫ്റ്റിക്ക് സോറി സാർ. സാറേ രാവിലെ ഒരു സ്നാച്ചിങ് കേസ് ഉണ്ടായിരുന്നു. അവള് ഗർഭിണിയാന്ന് പറഞ്ഞപ്പോ അവളുടെ നാവി നോക്കി ഓടി ചോദിച്ചത് എന്നാണ് ഗർഭിണിയായത്. ഞങ്ങൾക്ക് പണി പോയ സാറേ. എന്നിട്ടും കേസ് കൊടുക്കണ്ട, മെഡിക്കലൊന്നും കഴിക്കണം. ഞാൻ അവരോട് സംസാരിച്ചോ. ശരി. സസ്പെൻഷൻ കഴിഞ്ഞാൽ അനിയനെ ജോയിൻ ചെയ്ത് അപ്പൊ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ചോദിച്ചത് നിങ്ങളെ കോളേജിൽ കൊണ്ട് എവിടെയായിരുന്നു? മരുന്ന് കഴിച്ചായിരുന്നോ? മരുന്ന് കഴിച്ചോളാം. സമയത്ത് മരുന്ന് കഴിച്ചേക്കണം കേട്ടോ. അത് പറഞ്ഞേക്കണ്ടേ. ചെറിയൊരു കോൾ എടുത്തു. എല്ലാവരുടെ ഫോൺ നമ്പർ സാർ. വിളിച്ചു പറഞ്ഞത് അറിഞ്ഞു കേട്ടോ. എനിക്ക് എന്താ സുഖമുണ്ട് കാണും. ഫോൺ വിളിച്ചത് അവസരം മറ്റേ വിളിച്ചിരിക്കുക. താങ്ക് ഫോൺ എന്റെ കസേരയിൽ നീ ഒന്നും ഉണ്ടാക്കി. മുക്കോട്ടൊന്നുമല്ല സാറേ. എന്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി ഞാൻ രാവിലെ മാല പണയം ചെന്നതാണ് സാറേ. അത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ വേറൊരു മാലയാണ് ഇട്ട് കാണിക്കുന്നത്. അതേപോലെ വേറെ മാല ഉണ്ടാക്കി നോക്കി തന്റെ മാല ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഞാനൊരു കളറൊന്നും അല്ല സാറേ, ഒരു ബസ് കണ്ടക്ടറാണ്. എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ മാറ്റി കൊടുത്തത് സത്യമായിട്ട് സാറേ. രണ്ടു പോലുള്ള അനശ്വര ജ്വല്ലറിന്ന് സാർ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ഓഗസ്റ്റ് 2-ാം തീയതി 2022. പിന്നൊരു കേസ് ശരി സാർ. ഞാൻ ചോദിച്ചാൽ വേറെ പറഞ്ഞിട്ടാ മതി. പുള്ളിയത് മൈൻഡ് വിളിക്കാതെ വണ്ടിയിൽ തന്നെ കുറെ പോയിട്ടുണ്ട്. അത്യാവശ്യമാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തോളൂ സാർ. ഈ മുറിയിലാണ് സാർ. ഈ വല്ല കച്ചവടം എത്തുന്നതാണോ? അതെ സാർ. എന്തൊരു വെപ്പാണ്.
സാവകാശം പറയാൻ ഞാൻ പറഞ്ഞു. ശരി സാർ. മുളഞ്ഞോന്നെ ഒരു കാര്യം ചോദിക്കാണ്. ആ മാലയിൽ നിന്ന് നോക്ക് പോലും ചെയ്താൽ തെറ്റിയാണെന്ന് പറഞ്ഞു മോളെ. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ അച്ഛനെ വലിയ കേസ് വരും. സാറേ, എന്റേത് കളഞ്ഞു പോയതാ. അച്ഛനോട് പറയാൻ മേടിച്ചിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതാ. നീ വീണ്ടും കള്ളം പറയുന്നു. ആ മാല പണയം വെക്കാൻ അച്ഛൻ കൊണ്ടുപോകുമ്പോഴേ നിനക്കറിയാം അത് മുക്കോടമാണെന്നും പിടിച്ചാൽ നിന്റെ അച്ഛൻ പ്രതിയാകുന്നു. എന്നിട്ട് നീ ഇത് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണ്. സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ ഇതുപോലെ അനിയനെ ചോദ്യം ചെയ്യുന്നു. സാറേ, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ക്ലിയറായി സംസാരിച്ചില്ല. തൽക്കാലം ചെറിയ പൈസ ബാക്കി ഡിസ്ചാർജ് സംസാരിച്ചാൽ അതിനുശേഷം അവൻ നിന്നെ കോണ്ടാക്ട് ചെയ്തു. എന്താ മോളെ പ്രശ്നം? മോൾ ഷോയുടെ വൈസ് ചാൻഡലല്ലേ? CT സ്കാൻ എടുക്കാൻ കൊണ്ടുപോവാ. ചന്ദ്രേട്ടാ, എന്തിനാ മോളെ പോയി? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ നാളെ മകളെ കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? പ്രശ്നമുണ്ട് സാർ. കടയിൽ തിരക്കി ഈ മാലയുടെ എക്സാക്ട് തൂക്കം അറിയും. എന്നിട്ട് എവിടെയെങ്കിലും വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തിട്ടുള്ളോ എന്ന് അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഞങ്ങൾ സ്പോട്ടിലെ പോലീസുകാരാണ്. ആകെ പോലീസ് സ്റ്റേഷൻ വിളിച്ചിരുന്നില്ലേ ഈ മാലയുടെ ഡീറ്റെയിൽസ് വേണ്ടിയിട്ട്? വിളിച്ചു സാർ. അത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ വാങ്ങിച്ചതല്ലേ? അതെ സാർ. സാർ, ചന്ദ്രബാബു നാളോട് വാങ്ങിച്ചത്. ഇതിന്റെ കൃത്യം ഇത് എത്രയാണ്? 16 ഗ്രാം 20 മില്ലി. വാങ്ങിയ ഡേറ്റ് ഓഗസ്റ്റ് 2, 2022. എനിക്കതിന് പ്രിന്റ് ഔട്ട് ഒന്നും പോലീസാണ് ഒരു കേസിലെ കാര്യമാണ്. ഇതേ ടീച്ചറുടെ മാലയുടെ പണയം വെച്ചതാണ്. തൂക്കം 2 പവൻ. ഒന്നുകൂടി വിളിച്ച് നോക്കി. ഇല്ല സാർ, പണയം വെക്കാൻ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ആ മാല എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടോ നോക്കണം. എന്തായി? ഇല്ല, ആ ഡിസൈൻ വന്നിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഇല്ല സാർ. ശരി, ഞാൻ ഉപയോഗിച്ച് ചെയ്യാറില്ല സാറേ. നമ്മളിപ്പോൾ 10 സ്ഥാനത്തിലേക്ക് കയറി. ഇനിയും ഞാൻ 10 ഓർഡർ ബാക്കി. ഇതെടുക്കാൻ ഈ ജില്ലയിൽ തന്നെ പണയം വെക്കുന്നോ വിൽക്കുന്നോ എന്തോ ഉറപ്പ് ഒരുക്കിയിടുന്നെങ്കിലും ഹരിസാർ എന്നെ അറിയാൻ പറയാനാ. ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ പുറകെ എല്ലായിടത്തും കയറി ആൾ വീണ്ടും തപ്പും. പിന്നെ നമ്മൾ അന്വേഷിച്ചെന്ന് പറഞ്ഞ് അത് പറഞ്ഞ് നമ്മുടെ പണി പോകാൻ. നീ അത് കുടിച്ചൊരു വണ്ടി എടുക്കും. സാറേ, ഇതാണ് സാർ പറഞ്ഞ മാല. ഇതിന്റെ കൂടെ വേറെ രണ്ടെണ്ണം കൂടെ പണയം വെച്ചിട്ടുണ്ട്. നീ ഹരിസാറിനെ വിളിച്ച് പറഞ്ഞേക്കാം. ഇത് പണയം വെച്ചാൽ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. ഓ, അതെ അപ്പോൾ ഇതിപ്പം മാല കിട്ടി, അതിൻ്റെ കൂടെ വേറെ അത് 2 മാലകളുണ്ട്. സാർ, അതിലൂടെ 2 മാലയുടെ പണയം വെച്ചിട്ടുണ്ട്. ആരാ പണയം വെച്ചത്? സാർ, എന്നെ സാറ് നോക്കണം. അഡ്രസ് എടുത്തിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്യാം. സാറേ, അപ്പോൾ ഈ മാലയുടെ കാര്യം എങ്ങനെ? ഇതൊരു കേസിൽപ്പെട്ട മാലയാണ്. വിളിക്കുമ്പോൾ ആ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. ഞാൻ വിളിക്കാം. നമ്മുടെ ഹരി വന്നിട്ടുണ്ട്. ഓക്കെ, ബൈ. ഇന്ന് റിയൂണിയനില്ലേ? അവിടെ അമൗണ്ടറീസൊക്കെ വരുന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. പഴയ ചോക്ലേറ്റ് ഇടുവല്ലേ? ആ സാറേ, ആ മാലയുടെ വെച്ച് പെൺകുട്ടി വർക്കുന്ന സ്ഥാപനത്തിൽ അന്വേഷിച്ചത് അവർ പ്ലീവരാണ് സാർ. ഹിമാചലോടെ ട്രിപ്പ് ചെയ്യുമ്പോൾ ഫോളോവേഴ്സ് കിട്ടുന്നത് സാർ. ഔട്ട് ഓഫ് കോളേജ് നമ്മൾ അന്വേഷിക്കുന്നതിന് അവളെ അറിയുന്നത്. സാർ. അവളെ മോണിറ്റർ ചെയ്യണം. ശരി സാർ. ശരി. കംപ്ലൈന്റ് അതോറിറ്റി SP വന്നിട്ട് അയാൾക്ക് പരാതിയില്ലാന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന വളർന്നമാർക്കാണ്. എന്നെ ഡിമോട്ട് ചെയ്തില്ലെങ്കിൽ കേരള പോലീസിന്റെ അച്ചടക്കം പോകുന്ന അവന്മാർ പറയും.
ഹർജി ഞാൻ കൊടുക്കാം. പക്ഷെ എനിക്ക് കേസ് വലിയ പ്രതീക്ഷയില്ല. നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ബാധിക്കാൻ അറിയാതെ വക്കീലന്മാരെ ഞാൻ വെച്ചോളാം. എനിക്ക് നിന്റെ ഈ സ്വഭാവം കൊണ്ട് ഡിവൈഎസ്പി ആയിരുന്നു ഇപ്പൊ CI ആയിട്ട് കേസ് വെച്ചോണ്ടിരിക്കുന്നത്. ഹരി, എവിടെ? സർ, 2 മല ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സർ. കണ്ടക്ടർ ചന്ദ്ര പറഞ്ഞ സത്യമാണ്. അയാൾ ആ മല അനുസരിച്ച് ഒരു നേരം വാങ്ങിയതാണ്. ബാക്കി ഡീറ്റെയിൽ നോക്കി പ്രോസസ് ചെയ്തു. 2 അയാൾ പറഞ്ഞതന്നെ. ബാക്കി 2 മലയാളോ സർ? അതിൽ പറഞ്ഞ ഇവിടെ വാങ്ങിയിട്ടുള്ളതാണ്. ജോസഫ് ചെമ്പൂർ കാണാൻ വാങ്ങിയിരിക്കുന്നത്. 2ാമത്തെ മല ഗിരിപ്പേക്കുള്ളതാണ്. അത് ഞങ്ങൾ അവിടെ തന്നെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് സർ. ഈ ജോസഫ് ചെമ്പൂരെ പിടിച്ചു വെച്ചിട്ടില്ല. പുള്ളി കണ്ണട പിടിച്ചിട്ടുണ്ടായിരുന്നു. റൂം വെച്ചാണ് സർ. ആത്മഹത്യാന്നാ പറഞ്ഞ സാറേ. ഈ ലോകത്ത് ഒന്നിനെയും പേടിയില്ലാത്ത ആളായിരുന്നു. എത്ര ആള്? 8 മാസം. ഞാൻ ഇതിൽ കുടിക്കാറില്ല. മേഡം, മാല എവിടുന്നല്ലേ? ഭീമാജുവിലാണ് ജോസഫ് സാർ വാങ്ങിയത്. ഇത് മോളുടെ മാലയാ. ഇത് കഴുത്തിനാരും പൊട്ടിച്ചോണ്ട് പോയതാന്നാ പറഞ്ഞേ. അമ്മോ, മോളുടെ ഈ മാല എവിടെ വെച്ചത്? ഇത് കോളേജിൽ പോയപ്പോ ബൈക്ക് വന്ന് പൊട്ടിച്ചോണ്ട് പോയതാ. ഇങ്ങനെ പപ്പി ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിരുന്നു. ഏത് സ്റ്റേഷനാണ് വരാതെ കൊടുത്തത്? വെസ്റ്റ് സ്റ്റേഷൻ. മോളുടെ പേരുന്ന്? ഏഞ്ചൽ. ശരി. വെസ്റ്റ് സ്റ്റേഷനിൽ പോയി എന്റെ കേസ് പേര് പറയണം സാർ. സംഗീത. ഗുഡ് ആഫ്റ്റർനൂൺ സർ. മേ ഹെൽപ് യു? പോലീസ് പറയൂ സർ. ഇന്ത്യൻ ഡിസൈൻ ചെയ്ത തൂക്കത്തിൽ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുള്ള മാലകളുടെ ഡീറ്റെയിൽസ് ഒന്നും സർ ഒന്നിരിക്കും. ശ്രീധൻ, ഇതിന്റെ ബില്ലൊന്ന് എടുത്തോ സർ. മൂന്നാമത്തെ പോലെ ആരിനെ കണ്ടുപിടിച്ചു കേട്ടോ. സാർ, ഹരിശങ്കർ സാർ പറഞ്ഞൊരു കേസിന് അന്വേഷണത്തിലായിരുന്നു. അതിലൊരു കുഴപ്പമുണ്ട് സാർ. താൻ ഈ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ കണ്ട ചോദിച്ച അഡ്രസ് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേട്ടോ. താൻ നേരെ ഇങ്ങോട്ട് പോയി. ശരി സാർ. മൂന്നാമത്തെ വാരയുടെ ഡീറ്റെയിൽസ് കിട്ടിയോ? കിട്ടുന്നതിനാണെങ്കിൽ തന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. കഴിഞ്ഞു സാർ. വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തന്നോട് മോളെ കൂടി നാളെ വരാമല്ലോ പറഞ്ഞു. മോളെ തന്റെ കയ്യിൽ എന്താണ് സാർ? ആ മാല വാങ്ങിയത് തന്നെ വേണം. തന്റെ അവിടുത്തെ സിറ്റുവേഷൻ കേട്ടിട്ടാണ് നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളെ കൂടി വാ സാർ. എന്റെ മോളെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. ഞാനവിടെ അങ്ങനെയല്ല വളർത്തിയിട്ടുള്ളത്. സുഹൃത്തെ, തന്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി ബന്ധമുണ്ടായിരുന്നു. അയാൾ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. താൻ മോളെ കൊണ്ട് വരാൻ പറഞ്ഞ അവളെ മൊഴിയെടുത്ത് നാളെ കേസെടുക്കാൻ വേണ്ടി. എന്റെ മുഖത്തെ കാര്യമല്ല സാർ. സാറിന് വന്ന് ചോദ്യം ചെയ്യുന്ന പോലെ ശേഷം അവളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് എന്താ പേടി തോന്നുന്നു. ഒറ്റ മോളെ സാർ. എന്തു വന്നാലും അവളെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരില്ല. 18 വയസ്സ് താഴെയുള്ള സാർ. താൻ കൊണ്ടുവന്നില്ലേ പോക്സോ കേസെടുക്കാൻ എനിക്കറിയാം സാർ. തെറ്റാ. ബ്രാവോ ആൻസറിംഗ്. മോളുമായിട്ട് നാളെ വരാൻ പറയുന്നുണ്ട്. രാവിലെ ഒരു മുക്കുണ്ട കേസ് വന്നു. അന്വേഷണം വന്നപ്പോൾ അത് പോക്സോ വന്നു തോന്നുന്നു. സൂസൈഡ് ചെയ്ത കർണാടക CI ജോസഫ് സാറിന് നമ്മൾ ഓഫീസ് ചെയ്യപ്പെടുന്ന സംശയം. മറ്റൊരു മാലയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് കിട്ടിയ കാര്യങ്ങൾ ക്ലിയറാവും. ഹൈദരാബാദിൽ ഒരു സൈബർ ക്രൈമിന്റെ ട്രെയിനിങ് ഉണ്ട്. അതിലിട്ടിരുന്ന CI ഡീറ്റെയിൽസ് മാറി. നിന്നോട് ഞാൻ എക്സ്പ്ലെയിൻ പറഞ്ഞു. നാളെ തന്നെ പോകണം.
അപ്പൊ എനിക്കുള്ള പണിയല്ലേ? ഐ ടി സെന്റർ മുക്കി ചേർക്കുമ്പോൾ ഓർക്കണം ഇതുവരെ പണി വരും. അതിന് തിരിച്ചു പോകും സാധ്യതയില്ല. ഹൈദരാബാദിലേക്ക് അയച്ചോടുന്നത് ഞാൻ ബാലേക്ക് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ അതിന്റെ പുറകെ കാണും. കേസിന്റെ പുറകെ തന്നെ കാണും. പിന്നെ മതി എപ്പോ നോക്കിയാലും ഗെയിംസ് ടെൽ പോയി പഠിച്ചേ. Please, Mama. Minna. Please, 5 minutes. Please, Mama. ശരി ഓൺലി 5 minutes. അത് കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യണം. ഓക്കെ ഞാൻ നാളെ തന്നെ ഒരാഴ്ചത്തേക്ക് ഡിഗ്രി പഠിച്ചു. ഹൈദരാബാദ് 1 മാസത്തെ കോഴ്സിന് ഡിഗ്രി ചെയ്തിരിക്കുക. അതിന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. അതെന്ത് പ്രശ്നം ഉണ്ടാക്കണം. രജിസ്ട്രേഷനോ റേക്കേഴ്സോ അതിൽ തന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. ഹലോ, ജഗദീഷിന്റെ മൂള മരിച്ചു കേട്ടോ. പറ്റില്ല. പകൽ വെച്ചിട്ടേ പറ്റും. ആറ് ബോഡി 10 ദിവസത്തിൽ വെച്ചിരിക്കുന്നു. സൂസൈഡ് ചെയ്തു. സാർ മോ പറഞ്ഞ വയലിനാണ് ഇറങ്ങണോ സാർ? അതെ എത്ര മണിക്കായിരുന്നു സംഭവം? സാർ 8 മണിക്ക് ശേഷമാണ് സ്റ്റേഷനിലോട്ട് കോൾ വരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകും. നിങ്ങൾ നാട്ടുകാരോടൊന്ന് പറഞ്ഞു. നിങ്ങൾ പാർട്ടിക്കാർ പറഞ്ഞാലേ അവർ കേൾക്കും. പ്ലീസ്. അതൊക്കെ ഞങ്ങൾ കൊണ്ട് ശരിക്കും പക്ഷേ നിങ്ങൾ അയാൾക്കെതിരെ കേസ് എടുക്കും. ഡൽഹി എത്തി പാർട്ടിക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അവരൊന്ന് അറിയുന്നത് സാർ. ഇപ്പോഴും കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് സാർ. ഒന്ന് അറിയാം. പറയും. ജഗദീഷ് എന്റെ മോളെ കൊല്ലി കൊടുത്തപ്പോൾ സമാധാനമായിരുന്നു. കാല് പിടിച്ച് പറഞ്ഞാലേ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. നീ ഒറ്റ ജനങ്ങളെ കിളകിയിട്ട് തന്റെ മോളെ ഞാനാണോ? ഈ മരണത്തിന് ആരാണ് കാരണവും എന്താണ് കാരണവും ഞാൻ തെളിയിക്കും. ഓടിയോടെ ആ മുറിയിലെ യൂണിവേഴ്സിറ്റി എനിക്കെന്തോ പഴയ ഒരു എൻ്റെ ഓർമ്മ വന്നു കേട്ടോ. സാർ
കൊണ്ട് വരുന്നത്. ആര്യക്ക് തലവേദനയായിരുന്നു. അവൾ കിടന്നു. വേറെ കുട്ടിന് തപ്പുണ്ട്. ഹരി, എന്റെ മോളോടെ ഹരി, അത് പിന്നെ മോള് മരിച്ചിട്ട് നിങ്ങൾ കാരണമാണ് മോള് മരിച്ചത്. ഇവിടെ കട്ടിട്ടു. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടത് ഒരു കേസിൻ്റെ പുറകിലായിരുന്നു കേട്ടോ. അവൻ ഒരു സസ്പെൻഷൻ മൂലം പിന്നെ റീജോയിൻ ചെയ്തു. അപ്പോഴാണ് ജഗദീഷിൻ്റെ ഒരു മാല കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതിൻ്റെ പുറകെ പോയപ്പോൾ ഇതൊരു പീഡനം മറ്റു കാര്യങ്ങളൊക്കെയാണ്, വേറൊരു കേസ് അങ്ങനെ അങ്ങനെ രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസൊക്കെ ആണെങ്കിൽ ഈ കേസിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കേസൊക്കെയാണ്. അപ്പോൾ എന്ത് കേസാണ് കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ അറിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ താഴത്തെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.